നീറ്റിനെതിരെ നീറ്റ് സമരം എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുള്ള സ്ഥലത്ത് വന്നിട്ട് ആർട്ടിക്കിൾ 370 പിൻവലിക്കണം എന്ന് പ്രസംഗിക്കുന്ന ഉമർ ഖാലിദിനെ വിട്ടയക്കണം എന്ന് പറയുന്നു. മനുവാദ് സെ ആസാദി, ബ്രാഹ്മൺവാദ് സെ ആസാദി എന്ന് പറയുന്നു. നരേന്ദ്രമോദിയെ കൊല്ലണം എന്ന് പറയുന്നു. ഇന്ത്യൻ ആർമിയെ അബ്യൂസ് ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ള ആളുകൾ, അങ്ങനെയുള്ള പല താല്പര്യത്തിലുള്ള ആളുകളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. ഒരു വിഭാഗമുണ്ട് US ബേസ്ഡ് ആയിട്ട്, ഗുരുപന്ത്വന്ത് സിംഗ് പന്നു എന്ന് പറയുന്ന ആള്. അവര് ട്വിറ്ററിൽ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. $1 മില്യൺ ഈ സമരം നിങ്ങൾ ഓഗസ്റ്റ് 15 വരെ നീട്ടിക്കൊണ്ടുപോവുകയും നരേന്ദ്രമോദിയുടെ ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ചിനെ തടസ്സപ്പെടുത്തുകയും നരേന്ദ്രമോദിയെ ബ്ലോക്ക് ചെയ്യും, റെഡ് ഫോർട്ടിലേക്ക് വരാൻ സമ്മതിക്കാണ്ട് ബ്ലോക്ക് ചെയ്യുകയും ചെയ്താൽ ഓഗസ്റ്റ് 15 വരെ നിങ്ങൾക്ക് ഇത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റിക്കഴിഞ്ഞാൽ $1 മില്യൺ ഞങ്ങൾ തരാം എന്നാണ് പറയുന്നത്. അല്ല, മന്ത്രിമാർ രാജിവെക്കുക, അതിന് അപ്പുറത്തേക്ക് വന്ന് പ്രധാനമന്ത്രി രാജിവെക്കണമെന്നായി, സർക്കാർ മാറണമെന്നായി. അതെ. അപ്പം ഞാൻ പറയുന്നത് അതൊരു പൊളിറ്റിക്കൽ ഡിമാൻഡാണ്. നിങ്ങൾ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇനിയുള്ള വർഷങ്ങളിൽ ഇത് ഒരിക്കലും ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടാവില്ലെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള സ്ട്രക്ചറൽ റിഫോംസ് വേണമെന്ന് പറയുന്നതോ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാവരും പണിഷ് ചെയ്യപ്പെടണമെന്ന് പറയുന്നതോ, അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികളുടെ ആശങ്കകൾ കേൾക്കണമെന്ന് പറയുന്നതൊക്കെ ശരിയാണ്. അതൊക്കെ ജെന്യുവൻ ആയിട്ടുള്ള ആവശ്യങ്ങളാണ്. സർക്കാരിനെ അട്ടിമറിക്കുക എന്ന തരത്തിലേക്ക് ഈ സമരം മാറുകയും വിദ്യാർത്ഥികളല്ലാത്ത ആളുകൾ വലിയ തോതിൽ അങ്ങോട്ട് ഇപ്പോൾ കേരളത്തിൽ നിന്ന് മലപ്പുറത്ത് നിന്ന് 1500 പേര് പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു എക്കോസിസ്റ്റം കൊണ്ട് ഇപ്പോൾ നോക്കൂ, എല്ലാ സെലിബ്രിറ്റികളും ഒറ്റയടിക്ക് ഒരു ദിവസം സ്വിച്ച് ഇട്ടതുപോലെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. ഈ മെയ് 3 നീറ്റ് പേപ്പർ ചോർന്നതോ, 12 CBI അന്വേഷണം പ്രഖ്യാപിച്ചതോ, 21 രണ്ടാമത് എക്സാം നടത്തിയതോ, ജൂലൈ 16 റിസൾട്ട് പ്രഖ്യാപിച്ചതോ, അതിൻ്റെ അലോട്ട്മെൻറ്റ് നടപടികൾ ആരംഭിച്ചതോ, അല്ലെങ്കിൽ ഈ സോനം വാങ്ചുക്ക് നിരാഹാരം കിടന്നതോ, ഇതൊന്നും അറിയാതിരുന്നിരുന്ന ആളുകൾ, അതിനെ പറ്റിയിട്ടൊന്നും ഒരു ദിവസം പോലും സംസാരിക്കാതിരുന്നിരുന്ന ആളുകൾ ജൂലൈ 18 ശേഷം ഒന്നിനു പുറകെ ഒന്നായിട്ട് എന്തോ പെട്ടെന്ന് ബോധോദയം ഉണ്ടായതുപോലെ പോസ്റ്റ് ഇടുകയാണ്. അപ്പോൾ അതിന് പിന്നിലൊക്കെ കൃത്യമായിട്ടുള്ളൊരു നരേറ്റീവ് സെറ്റിംഗ് അജണ്ട ഉണ്ട്. ഇന്നലെ വയനാട്ടിൽ നിന്നുള്ള ഒരു സുഹൃത്തിൻ്റെ അംജദ് അലി എന്ന് പറയുന്ന ആൾ, അദ്ദേഹം പറയുന്നത് ഖുറാനിലൊക്കെ പറയുന്ന പാറ്റകളുടെ എന്തോ ഇത് വരും, അത് കാണാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത്, ലോകാവസാനത്തിൻ്റെ എന്തോ അടയാളാണെന്ന് പറഞ്ഞു. വേറൊരു മാന്യൻ ഇൻസ്റ്റാഗ്രാമിൽ ഇന്നലെ വീഡിയോ ചെയ്തിരുന്നു, നേപ്പാളിൽ എത്ര പോലീസുകാരുടെ തല എറിഞ്ഞ് പൊളിച്ച കയ്യാന്നറിയോ, എനിക്ക് ഡൽഹിയിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ പോയിട്ട് എല്ലാവരും എറിഞ്ഞ് ഉടക്കി പീരങ്കി എടുത്ത് പാർലമെന്റ് തകർക്കണം. അങ്ങനെ ഇന്നലെ ഇപ്പോൾ ഒരു സ്ത്രീ ഉണ്ട്, നരേന്ദ്രമോദിയെ വെടിവെച്ച് കൊല്ലണം, കൊച്ചിക്കാരിയായിട്ടുള്ള. അപ്പോൾ അങ്ങനെയുള്ള വയലന്റ് ആയിട്ടുള്ള എലമെന്റുകൾ ആളുകൾ അവരുടെ ഉള്ളിലുള്ള വിഷമാണ് ഈ പറയുന്നത്. ഇത് യുവാക്കളുടെ ചുമരിൽ ചാരിക്കൊണ്ട് ഈ CJP സമരത്തെ അല്ലെങ്കിൽ ഈ നീറ്റ് സമരത്തിൻ്റെ ഒരു മറ പിടിച്ചുകൊണ്ട് ഇവർക്ക് എല്ലാ കാലത്തും BJPയോടും നരേന്ദ്രമോദിയോടും ഒക്കെയുള്ള വെറുപ്പ് ഇവർ വമിപ്പിക്കുകയാണ്. ഇത് പൊതുസമൂഹം കാണുന്നുണ്ട്. ഈ പറയുന്ന ഈ ഒരു എക്കോസിസ്റ്റം ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെ പോസ്റ്റ് ഇടാൻ നിർബന്ധിതരാവുകയാണ്. ഇപ്പോൾ ചില ആളുകൾ യൂഷ്വൽ സസ്പെക്ട്സ് എന്ന് നമ്മൾ പറയുന്ന ചില ആളുകളുണ്ട്, കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുള്ള ആളുകളാണ്, BJP ആൻറ്റി മോഡി പൊളിറ്റിക്സ് ഉള്ള ആളുകളാണ്. അവർ ഇത്തരം വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിനെ പരമാവധി മുതലെടുക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അവരുടെ പോസ്റ്റുകൾ നമുക്ക് പരിചിതമാണ്. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, ഇതിൽ ആളുകൾക്ക് ചേരാതിരിക്കാൻ കഴിയാത്തൊരു അന്തരീക്ഷം ഇവിടെ കേരളത്തിലുണ്ട്. നിങ്ങൾ പോസ്റ്റ് ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങളെ കോൾ ഔട്ട് ചെയ്യും, ബോയ്ക്കോട്ട് ചെയ്യും, നിങ്ങൾ മനുഷ്യപ്പറ്റില്ലാത്തവനാന്ന് പറഞ്ഞിട്ട് നിങ്ങളെ അൺഫോളോ ക്യാമ്പയിൻ നടത്തുകയും, ഇപ്പോൾ പേർലിമാണിക്കെതിരെ നടക്കുന്ന ഹെയ്റ്റ് ക്യാമ്പയിൻ നോക്കും, പേർലിമാണി അവരുടെ അഭിപ്രായം പറഞ്ഞു, പേർലിമാണിനെ ആക്രമിക്കുകയാണ്. എത്രയോ ദിവസം മമ്മൂട്ടിയുടെയും ദുൽഖർ സൽമാൻ്റെയും ഫേസ്ബുക്ക് പേജിന് താഴെ വന്ന് ചീത്തവിളിയായിരുന്നു. അതായത് നരേന്ദ്രമോദി സർക്കാർ കൊടുത്തിട്ടുള്ള മികച്ച നടനുള്ള അവാർഡ് മേടിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ മിണ്ടുന്നില്ല, ഫോട്ടോ ഇട്ടു മോദിയുടെ വീട്ടിൽ അല്ല ഈ വിഷയത്തിൽ മിണ്ടുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവരെ ആക്രമിക്കുക, അവസാനം അവർ പോസ്റ്റ് ഇടാൻ നിർബന്ധിതരായി. അപ്പോൾ ഇത് മിണ്ടാതിരുന്നാൽ നിങ്ങളെ ഇങ്ങനെ ബോയ്ക്കോട്ട് ചെയ്യുക, നിങ്ങളെ ഒറ്റപ്പെടുത്തുക, അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവരും ഇത് ചെയ്യാൻ നിർബന്ധിതരാവുകയാണ്. അപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്, പ്രമുഖരായിട്ടുള്ള ആൾക്കാർ മുഴുവൻ ഇതിങ്ങനെ ഒരേ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. അതല്ലാതെ ഒരു വലിയ പ്രബലമായിട്ടുള്ള വോയിസ് ഉണ്ട്, ആ വോയിസിനെ നിങ്ങൾ കാണുന്നില്ല എന്നുള്ളത് മാത്രമാണ്. ഈ സമരത്തിന് എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ, നോക്കൂ, ഈ വിഷയത്തിൽ എന്താണ് പരിഹാരം എന്ന് വെച്ചാൽ ഇത് ചർച്ചയിലൂടെ പരിഹരിക്കുക എന്നുള്ളതാണ്. ഈ പറയുന്ന സമരക്കാരുടെ എല്ലാ കാര്യങ്ങളും കേൾക്കാൻ ഗവൺമെൻറ് തയ്യാറാണ്. ഈ ഗവൺമെൻറ് ടിയാൻമെൻ സ്ക്വയറിൽ സമരം നടത്തിയിട്ടുള്ള യുവാക്കളുടെ നേരെ ടാങ്ക് അരച്ച് കയറ്റിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അല്ല, അല്ലെങ്കിൽ 1966 പാർലമെൻറ്റ് മാർച്ച് നടത്തിയിട്ടുള്ള സന്യാസിമാർക്ക് നേരെ വെടിവെപ്പ് നടത്തിയിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെൻറ് അല്ല. 2013 വരെ സ്വാമി നിഗമാനന്ദ സരസ്വതി എന്നൊരാൾ 110 ദിവസം നിരാഹാരം കിടന്നിട്ട് പട്ടിണി കിടന്ന് മരിച്ചിട്ടുണ്ട് ഈ രാജ്യത്ത്. അന്ന് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതിരുന്നിരുന്ന UPയുടെ ഗവൺമെൻറ് അല്ല ഇത് 20 ദിവസമായപ്പോഴേക്കും സോനം വാങ്ചുക്കിൻ്റെ ജീവൻ അപകടത്തിലാന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റാൻ തയ്യാറായിട്ടുള്ള ഗവൺമെൻറ്റാണ്.
21 ദിവസവും ഇവർ സമരം നടത്തിയത് നിയമവിരുദ്ധമായിട്ടും, ജന്തർ മന്ദറിൽ ഒരു അനുമതിയും മേടിക്കാതെ നടത്തുന്ന സമരം നിയമവിരുദ്ധമായിട്ടും ഒരു കൊയേഴ്സീവ് ആക്ഷനും എടുക്കാതിരിക്കുകയും പാർലമെൻറ്റ് മാർച്ച് അക്രമാസക്തമായപ്പോൾ മാത്രം ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരെ കേൾക്കാൻ, ഇവരുടെ ഡിമാൻഡ് കേൾക്കാൻ എപ്പോഴും തയ്യാറാണ്. പക്ഷേ ഡിമാൻഡ് എന്ന് പറയുന്നത് മന്ത്രി രാജിവെക്കണം എന്ന് മാത്രമാകുമ്പോൾ അതൊരു പൊളിറ്റിക്കൽ ഡിമാൻഡാണ്. അല്ല, മന്ത്രിമാർ രാജിവെക്കുക, അതിന് അപ്പുറത്തേക്ക് വന്ന് പ്രധാനമന്ത്രി രാജിവെക്കണമെന്നായി, സർക്കാർ മാറണമെന്നായി. അതെ. അപ്പോൾ ഞാൻ പറയുന്നത് അതൊരു പൊളിറ്റിക്കൽ ഡിമാൻഡാണ്. നിങ്ങൾ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇനിയുള്ള വർഷങ്ങളിൽ ഇത് ഒരിക്കലും ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടാവില്ലെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള സ്ട്രക്ചറൽ റിഫോംസ് വേണമെന്ന് പറയുന്നതോ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാവരും പണിഷ് ചെയ്യപ്പെടണമെന്ന് പറയുന്നതോ, അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികളുടെ ആശങ്കകൾ കേൾക്കണമെന്ന് പറയുന്നതൊക്കെ ശരിയാണ്. അതൊക്കെ ജെന്യുവൻ ആയിട്ടുള്ള ആവശ്യങ്ങളാണ്. പക്ഷെ നിങ്ങൾ ഒരൊറ്റ ആവശ്യം എന്ന് പറയുന്നത് മന്ത്രി രാജിവെക്കുക അല്ലെങ്കിൽ സർക്കാരിനെ അട്ടിമറിക്കുക എന്നുള്ളതാവുമ്പോൾ അതൊരു പൊളിറ്റിക്കൽ ഡിമാൻഡാണ്. അങ്ങനെ തോക്കിൻ മോനയിൽ നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ കഴുത്തിൽ വാള് വെച്ചുകൊണ്ട് ഒരു സർക്കാരിനെ ചർച്ചയിൽ, അതായത് ഇത് മാത്രമേ പറ്റുള്ളൂ, ഇതല്ലേ ഞങ്ങൾ ചർച്ച ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ അത് വളരെ മോശം മോഡൽ സെറ്റ് ചെയ്യും. നാളെ ആർക്ക് എതിരെ വേണമെങ്കിൽ ഈ പറയുന്ന കാര്യം ചെയ്യാൻ പറ്റും. നാളെ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ അടുത്ത് നിതിൻ ഗഡ്കരി രാജിവെക്കണമെന്നോ അല്ലെങ്കിൽ അമിത്ഷാ രാജിവെക്കണമെന്നോ അല്ലെങ്കിൽ മോഡി രാജിവെക്കണമെന്നോ പറഞ്ഞ് കുറേ ദിവസം രാജ്യതലസ്ഥാനം സ്തംഭിപ്പിച്ചാൽ ഇത് ചെയ്യാൻ ഗവൺമെൻറ് നിർബന്ധിതരാവുക എന്നുള്ളതൊരു ശരിയായിട്ടുള്ള മോഡലല്ല. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളിൽ ഗവൺമെൻറ് ചർച്ചയ്ക്ക് തയ്യാറാണ്. പക്ഷേ ഇപ്പോൾ വിദ്യാർത്ഥികൾ ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിൽ പോലും അവരെ അതിന് സമ്മതിക്കാത്ത വേറൊരു കൂട്ടർ ഇത് ഹൈജാക്ക് ചെയ്യാണ്. ഇപ്പോൾ സോനം വാങ്ചുക്ക് നിരാഹാരം നിർത്തി. അദ്ദേഹം യുവാക്കളോട് ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി അപ്പീൽ ചെയ്യുന്നു, അദ്ദേഹത്തെ ചീത്ത വിളിക്കുന്നു. ഇത്രയും ദിവസം സമരനായകനായിരുന്ന ആളാണ് സോനം വാങ്ചുക്ക്. ഇപ്പോൾ ഇതേ ആളുകൾ സോനം വാങ്ചുക്കിൻ്റെ പോസ്റ്റിനടിയിൽ പോയിട്ട് കമൻറ്റ് ഇടുകയാണ്, നിങ്ങൾ ഒറ്റയ്ക്ക് ഈ സമരം നിർത്താൻ തീരുമാനിക്കാൻ നിങ്ങൾ ആളല്ല, നിങ്ങൾ പണ്ടേ ഗവൺമെൻറ്റിൻ്റെ ചാരനാണെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു, നിങ്ങൾ പറഞ്ഞാലൊന്നും ഞങ്ങൾ സമരം സോനം വാങ്ചുക്കിനെ അബ്യൂസ് ചെയ്യുന്നു. ഈ സമരം ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിൽ നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇയാൾ ചാരനാണെന്നും ഇയാൾ BJP-ക്കാരുടെ അടുത്ത് ജ്യൂസ് മേടിച്ച് കുടിച്ചു എന്നിട്ട് സമരത്തെ ഒറ്റ കൊടുത്തു എന്ന് പറഞ്ഞ് ഇയാൾ അബ്യൂസ് ചെയ്യാണ്. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് നിന്നിരുന്ന ചില ആളുകൾ ചർച്ചയ്ക്ക് തയ്യാറാവണം എന്നാവശ്യപ്പെട്ടിട്ടുള്ള ആളുകളെ എല്ലാം അറ്റാക്ക് ചെയ്യണം. ഒരു തരത്തിലുള്ള ചർച്ചയില്ല. ഒരു തരത്തിലുള്ള ചർച്ചയും വേണ്ടത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കൽ മാത്രമേ സ്വീകാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതിലെ സെയിൻ ആയിട്ടുള്ള വോയിസസിനെ മുഴുവൻ ഇവർ ബോയ്ക്കോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനിയിപ്പോൾ CJP വിചാരിച്ചാൽ പോലും നാളെ ഇപ്പോൾ അഭിജിത് ദീപ്കെ പറയുകയാണ് ഞങ്ങൾ സമരം അവസാനിപ്പിക്കാന്ന് പറഞ്ഞാൽ ഈ കൂട്ടർ സമ്മതിക്കില്ല. കാരണം അവരുടെ എല്ലാ പ്രതീക്ഷയും ഇപ്പോൾ ഈ സമരത്തിലാണ്. അതായത് എനിക്ക് തോന്നുന്നത് ശരിക്ക് BJP-നേക്കാൾ കൂടുതൽ ഈ CJP സമരം ബാധിക്കാൻ പോകുന്ന ഇന്ത്യയിലെ പ്രതിപക്ഷത്തെയാണ്. കാരണം കോൺഗ്രസ്സൊക്കെ ഇറലവൻ്റ് ആയി പോവുകയാണ്. കുറേ കാലം കോൺഗ്രസ്സിൽ പ്രതീക്ഷ അർപ്പിച്ച് വെച്ചിരുന്ന, കോൺഗ്രസ് BJP എന്തെങ്കിലും കാലത്ത് താഴെ ഇറക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആൾക്കാരൊക്കെ കോൺഗ്രസിനെ കൊണ്ട് അത് കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞ് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ശക്തികളിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ്. നമുക്കിപ്പോൾ റെലവൻസിന് വേണ്ടിയിട്ടല്ലേ രാഹുൽ ഗാന്ധി സമരം ചെയ്യുന്നത്. രാഹുൽ ഗാന്ധി 17 ദിവസം ഇവിടെ ഉണ്ടായിരുന്നില്ലാത്ത ആള്, സോനം വാങ്ചുക്കിനെ ഒരിക്കൽ പോയി കണ്ടിട്ടില്ലാത്ത ആള്, വിദേശത്തായിരുന്ന ആള് ഇവരുടെ പാർലമെന്റ് മാർച്ച് കിടക്കുന്ന ദിവസം പ്രൈം മിനിസ്റ്ററുടെ വീട്ടിന് മുമ്പ് പോയി സമരം ചെയ്യുന്നു. അപ്പോൾ അറ്റൻഷൻ അങ്ങോട്ട് മാറ്റാനാണ്, ഞങ്ങളുടെ സമരം കൊണ്ടാണ് എന്തെങ്കിലും ചെയ്ത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അദ്ദേഹം ഈ സമരത്തിൻ്റെ മുഴുവൻ നായകനായിട്ട് അദ്ദേഹം സ്വയം പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതായത് റെലവൻസിന് വേണ്ടിയിട്ടുള്ള ബാറ്റിലാണ്. ഞങ്ങളിൽ തന്നെ വിശ്വാസം അർപ്പിക്കും, ഞങ്ങളെക്കൊണ്ടും പറ്റും എന്നാണ്. പക്ഷേ ഇതിൽ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് BJP-യുടെ സപ്പോർട്ട് ബേസ് സ്ട്രോങ് ആണ്. BJP പിന്തുണയ്ക്കുന്ന ആളുകൾ, നാഷണലിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇതിനെതിരെയുള്ള വോയിസസ് ഭയങ്കര സ്കാറ്റേഡായി മാറുകയാണ്. ഇപ്പോൾ CJP-യുടെ ഉള്ളിൽ തന്നെ പല പക്ഷങ്ങളുണ്ടായി. ഇപ്പോൾ വിജയ് ദാഹിയെ അവർക്ക് പുറത്താക്കേണ്ടി വന്നു. അല്ല, എന്തോ ബർഗർ കഴിക്കാൻ പോയി. ഇപ്പോൾ അഭിജിത് ദീപ്കെതിരെ ഇയാൾ കുറേ പറയുന്നുണ്ട്, ഇയാളെ പണ്ട് കച്ചോരി കഴിച്ചിരുന്നു, ബ്രെഡ് പക്കോട കഴിക്കുന്ന സമയത്ത് ഞാനന്നൊന്നും ഇയാൾക്കെതിരെ പറഞ്ഞു. അതെ, സോനം വാങ്ചുക്കിനെ ഇപ്പോൾ അവർ തള്ളി പറയുന്നു. അപ്പോൾ ഇവർക്കിടയിൽ തന്നെ ഈ പ്രശ്നങ്ങളുണ്ട്. കോൺഗ്രസിന് ഇവരാരും വിശ്വസിക്കുന്നില്ല. ആം ആദ്മി പാർട്ടി കോൺഗ്രസിനെതിരെയായിട്ടാണ് സംസാരിക്കുന്നത്. അവർ മോഡിയുമായി ചേർന്ന് ജുഗൽബന്ദി നടത്തി. മോഡിയുടെ വീട്ടിന് മുമ്പിൽ പോയിട്ട് ജുഗൽബന്ദി. വാങ്ചുക്കിന്റെ ഭാര്യ രാഹുൽ ഗാന്ധിക്കെതിരെ പറഞ്ഞു. അതിനെ സോനം വാങ്ചുക്കിന്റെ ഭാര്യനെ അബ്യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സമരം നിർത്തിക്കഴിഞ്ഞാൽ എല്ലാവരും സമരം നിർത്തണോ, നിങ്ങൾ ആരാണ് എല്ലാവരോടും സമരം നിർത്താൻ ആഹ്വാനം ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിട്ട് സോനം വാങ്ചുക്കിൻ്റെ ഭാര്യ ഗീതാഞ്ജലി ആഗ്മ എന്ന് പറയുന്ന അവരെയും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ഇതിൽ പ്രതിപക്ഷത്തിൻ്റെ സ്പേസ് ആണ് ഈ പറയുന്ന, അതായത് കോൺഗ്രസിനെ കൊണ്ട് സാധിക്കില്ലെന്ന് മനസ്സിലായിട്ടുള്ള ചില ആളുകൾ അവരുടെ മുഴുവൻ സന്നാഹം ഇതിൻ്റെ പിന്നിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സിഖ് ജസ്റ്റിസ് ഫോറം SJF എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള സംഘടനയാണ്. പഞ്ചാബിലെ പ്രത്യേക ഖാലിസ്ഥാൻവാദം ഉയർത്തിപ്പിടിക്കുന്ന 6 for Justice എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. US ബേസ്ഡ് ആയിട്ട് ഗുരുപന്ത്വൻ സിംഗ് പന്നു എന്ന് പറയുന്ന ആൾ. അവർ ട്വിറ്ററിൽ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്.
10 കോടി രൂപ. $1 മില്യൺ ഈ സമരം നിങ്ങൾ ഓഗസ്റ്റ് 15 വരെ നീട്ടിക്കൊണ്ടുപോവുകയും നരേന്ദ്രമോദിയുടെ ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ചിനെ തടസ്സപ്പെടുത്തുകയും നരേന്ദ്രമോദിയെ ബ്ലോക്ക് ചെയ്യും, റെഡ് ഫോർട്ടിലേക്ക് വരാൻ സമ്മതിക്കാണ്ട് ബ്ലോക്ക് ചെയ്യുകയും ചെയ്താൽ ഓഗസ്റ്റ് 15 വരെ നിങ്ങൾക്ക് ഇത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റിക്കഴിഞ്ഞാൽ $1 മില്യൺ ഞങ്ങൾ തരാം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പല ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പാർട്ടികൾ, ഇതിന് പിന്നിൽ വേറെയും പല ഇൻട്രസ്റ്റും ഉണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ ഈ പാർലമെൻറ്റിൽ FCRA 2.0 വരാൻ പോവുകയാണ്. ആ FCRA 2.0 അതായത് ഫോറിൻ റെഗുലേഷൻസുമായി ബന്ധപ്പെട്ട് വിദേശത്തു നിന്ന് ഇന്ത്യയിലുള്ള സംഘടനകൾക്ക് NGOകൾക്ക് പൈസ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് എതിരെയാണ്. ആ താല്പര്യമുള്ള നിരവധി ആളുകൾ ഈ സമരത്തിൽ അണിചേർന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആളുണ്ടല്ലോ, സൗരവ് ദാസ്. ഈ സൗരവ് ദാസ് എന്ന് പറയുന്ന ആൾ താക്കൂർ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു വിദേശ ഏജൻസിയിൽ നിന്ന് പണം സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ FCRA ഫ്ലാഗിങ് നടന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയിലുള്ള ആൻറ്റി ഇന്ത്യൻ നരേറ്റീവ് പെഡൽ ചെയ്യുന്ന ഒരു സ്വീഡിഷ് ഏജൻസിയിൽ നിന്ന് പണം മേടിച്ചതുമായി ബന്ധപ്പെട്ട ആരോപണം നേരിടുന്ന ആളുകൾ ഈ സമരവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഷബാന അസ്മിയും അതേപോലെ തന്നെ അഞ്ജലി ഭാരദ്വാജ് എന്ന് പറയുന്ന സ്ത്രീ, അവർ ആക്ഷൻ എയ്ഡ് എന്ന് പറയുന്ന സംഘടനയുടെ ആളുകളാണ്. ഈ ആക്ഷൻ എയ്ഡ് വിദേശത്തുള്ള പല ഏജൻസികളിൽ നിന്നും 85 മുതൽ 100 കോടി രൂപയുടെ വരെ ഫണ്ട് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരും ഇതിൻ്റെ പിന്നിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ സിഖ് ജസ്റ്റിസ് ഫൗണ്ടേഷൻ പോലെയുള്ള ഖാലിസ്ഥാൻ വിഭാഗം ഇതിൽ വന്നിട്ടുണ്ട്. നീറ്റിനെതിരെ നീറ്റ് സമരം എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുള്ള സ്ഥലത്ത് വന്നിട്ട് ആർട്ടിക്കിൾ 370 പിൻവലിക്കണം എന്ന് പ്രസംഗിക്കുന്ന ഉമർ ഖാലിദിനെ വിട്ടയക്കണം എന്ന് പറയുന്നു. മനുവാദ് സെ ആസാദി, ബ്രാഹ്മൺവാദ് സെ ആസാദി എന്ന് പറയുന്നു. നരേന്ദ്രമോദിയെ കൊല്ലണം എന്ന് പറയുന്നു. ഇന്ത്യൻ ആർമിയെ അബ്യൂസ് ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ള ആളുകൾ, അങ്ങനെയുള്ള പല താല്പര്യത്തിലുള്ള ആളുകളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവർ മുഴുവൻ രാജ്യദ്രോഹികളാണെന്നോ വിഘടനാദികളാണെന്നോ പറയല്ല കേട്ടോ. സമരത്തിൻ്റെ പങ്കെടുക്കുന്ന ജെനുവിനായിട്ടുള്ള ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ ബഹുമാനിക്കുന്ന ഓരോ ഡിമാൻഡുകളെ മാനിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇത്തരത്തിൽ വിവിധ താല്പര്യക്കാർ ഇതിൻ്റെ കൂടെ ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇവർക്ക് വിചാരിച്ചാൽ പോലും ഈ സമരം അവസാനിപ്പിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ ഇപ്പോൾ ഇത് നിൽക്കുകയാണ്. പക്ഷേ ഇന്നിപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ക്ലബ്ബിൽ വെച്ച് ഇതിൻ്റെ നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് ഗവൺമെൻറ് സന്നദ്ധത പ്രകടിപ്പിച്ചു. കിരൺ റിജിജു പാർലമെൻറ്റിൽ പറഞ്ഞു, നരേന്ദ്രമോദിജി വീഡിയോയിൽ പറയുന്നത് പോലെ സ്ട്രോങ്ങർ ആയിട്ടുള്ള നിയമനിർമ്മാണത്തിന് തയ്യാറാണ്, പാർലമെൻറ്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണ്. പക്ഷേ പാർലമെൻറ്റ് ചർച്ചയ്ക്ക് കോൺഗ്രസ് തയ്യാറല്ല. അതാണ് ഇതിലത്തെ പ്രശ്നം. അതായത് ഒരു യഥാർത്ഥത്തിൽ ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷം ഒരു വിഷയം ഉയർത്തേണ്ടത് എവിടെയാണ്? അവർ ആ വിഷയം ഉയർത്തേണ്ടത് പാർലമെൻറ്റിലാണ്, റോട്ടിലല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം യോഗേന്ദ്ര യാദവിൻ്റെ ഒരു വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെ ഡെമോക്രാറ്റിക് പ്രോസസ്സ് ഒരു പ്രത്യേക ജംഗ്ഷനിൽ എത്തി നിൽക്കുകയാണ്. ഇനി ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പാർലമെൻറ്റിലായിരിക്കില്ല, റോട്ടിലായിരിക്കും. സദൻ മേ നഹി സഡക് മേ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള അനാർക്കിസാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെട്ട് പാർലമെൻറ്റിലേക്ക് അയച്ചിട്ടുള്ള ആളുകൾക്ക് ആ പാർലമെൻറ്റിൽ കാര്യങ്ങൾ റേസ് ചെയ്യേണ്ട ഉത്തരവാദിത്തമില്ല. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ പാർലമെൻറ്റ് ഒരു മിനിറ്റ് വർക്ക് ചെയ്യണമെങ്കിൽ 2 ലക്ഷം റുപ്യ ചിലവാണ്. ഒരു ദിവസം 8 മണിക്കൂർ പാർലമെൻറ്റ് തുടങ്ങി 12 കോടി രൂപയാണ് ചിലവ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സെഷൻസ് മൊത്തമായിട്ട് വാഷ് ഔട്ട് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ 2025 പാർലമെൻറ്റിൻ്റെ 2/3 സമയവും പ്രതിപക്ഷ ബഹളം കൊണ്ട് നഷ്ടപ്പെട്ടു എന്നാണ്. 2019 തൊട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സെഷൻ പോലും ഫ്രൂട്ട്ഫുള്ളായിട്ട് നടക്കാൻ ഇന്ത്യയിലെ പ്രതിപക്ഷം സമ്മതിച്ചിട്ടില്ല. ഒരു വട്ടം അഗ്നിവീർ പറയും, ഒരു വട്ടം മണിപ്പൂർ പറയും, ഒരു വട്ടം അദാനി ഹേഡൻബർഗ് പറയും, ഒരു വട്ടം അങ്ങനെ വേറെ എന്തെങ്കിലും പുതിയ പ്രശ്നങ്ങളുമായിട്ട് വന്നിട്ട് ഇപ്പോൾ കഴിഞ്ഞ വട്ടം SIR വിഷയവുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു 2025 മുഴുവൻ സ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 2026 ആയപ്പോഴേക്കും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വരികയാണ്. അപ്പോൾ ഈ വിഷയമൊന്നും പാർലമെൻറ്റിൽ ഉന്നയിക്കാനോ ചർച്ച നടത്താനോ ഇവർ തയ്യാറാവുന്നില്ല. ഇവരിതൊരു ചർച്ചയ്ക്കുള്ള ഒരു നോട്ടീസ് കൊടുക്കാൻ തയ്യാറാവുന്നില്ല. രാവിലെ വന്ന് അഡ്ജേൺമെൻറ്റ് മോഷൻ കൊടുക്കുക, ബഹളം വയ്ക്കുക, പുറത്തേക്ക് ഇറങ്ങിപ്പോവുക, തെരുവിൽ സമരം ചെയ്യുക എന്നുള്ള രീതിയിലേക്കാണ് ഇവരിത് കൊണ്ടുപോകുന്നത്. പക്ഷേ അങ്ങനെയുള്ള ടാക്ടിക്സിലൂടെയൊന്നും ഏറെക്കാലത്ത് വലിച്ചു കിട്ടാൻ കഴിയില്ല. ഇവരുടെയൊക്കെ യഥാർത്ഥ താല്പര്യം ഈ രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിയും, പൗരന്മാർ തിരിച്ചറിയും. ഗവൺമെൻറ് ആ കാര്യത്തിൽ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു ഇടപെടൽ നടത്താൻ തയ്യാറാണ്. അങ്ങനെയുള്ള ഗവൺമെൻറ്റിൻ്റെ ആ പരിശ്രമത്തെ ഇവിടുത്തെ യുവജനം മാനിക്കുകയും അങ്ങനെ രമ്യമായി തന്നെ ഈ വിഷയം ഇവരുടെയൊക്കെ മോഹങ്ങളെ അതിമോഹമാക്കിക്കൊണ്ട് അവസാനിക്കുകയും ചെയ്യും. അല്ല, ഇവരുടെ ഈ ഇന്നിപ്പോൾ സർക്കാരുമായിട്ട് നടക്കുന്ന ചർച്ചയുടെ ഒരു ഔട്ട്കം വന്നതിന് ശേഷം സമരക്കാരും ഈ അനാർക്കിസ്റ്റുകളും എങ്ങനെ പ്രതികരിക്കുന്നു? ഈ ചർച്ചയ്ക്ക് പോയിട്ടുള്ള ആളുകൾ തന്നെ അവരുടെ ഒരു ട്രാക്ക് റെക്കോർഡ് നോക്കിയാൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം എന്താ, കഴിഞ്ഞ ദിവസം ഇദ്ദേഹവുമായിട്ട് മന്ത്രി JP നദ്ദയുമായിട്ട് ഇവർ ചർച്ചയ്ക്ക് പോയി. മന്ത്രിയുടെ വസതിയിൽ പുറത്തിറങ്ങി വന്നിട്ട് എന്താ പറഞ്ഞു, ഞങ്ങൾ ഇത്രയും നേരം ഹൗസ് അറസ്റ്റിലായിരുന്നു, ഞങ്ങളുടെ ഫോൺ പിടിച്ചു വെച്ചു എന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ JP നദ്ദ ഫേസ്ബുക്കിൽ ഇവരെ കണ്ടതിൻ്റെ ഫോട്ടോയും വീഡിയോയും പോസ്റ്റ് ചെയ്തപ്പോൾ ഈ 2 പേരുടെ കയ്യിലും ഫോണുണ്ട്. അപ്പോൾ മനഃപൂർവ്വം നുണ പറയുകയാണ്, യുവാക്കളെ തെറ്റിദ്ധരിപ്പിക്കാനും വഴിതിരിച്ചു വിടാനും ശ്രമിക്കുകയാണ്. ഇപ്പോൾ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുള്ള ചില വാർത്തകൾ.
അത് ഡൽഹി പോലീസും RPF നിഷേധിച്ചിട്ടുള്ള PIBയുടെ ഫാക്ട് ചെക്കിൽ ഫോൾസ് ആണെന്ന് വന്നിട്ടുള്ളൊരു സാധനം ഒരാൾക്ക് മാത്രം പെല്ലറ്റ് ഗൺ കൊണ്ട് പരിക്ക് പറ്റും. അത് ഈ പെല്ലറ്റ് ഗൺ കൊണ്ട് വെച്ച് ഒരാൾക്ക് മാത്രമായിട്ട് പരിക്ക് പറ്റില്ല, സ്കാറ്റേഡ് ആയിട്ടാണ് വരിക. പിന്നെ ഈ പരിക്ക് പറ്റിയെന്ന് പറയുന്ന ആൾ ഈ പ്രൊട്ടസൈറ്റിലല്ലാത്ര ഉണ്ടായിരുന്നത്, മൂപ്പർ കൊണാട്ട് പ്ലേസിലുള്ള പാലിക ബസാറിലാണ് ഉണ്ടായിരുന്നത്. അവിടെ പോയിട്ട് അയാളെ ഈ RPF വെടിവെച്ചു എന്ന് പറയുന്നത്. അപ്പം മനഃപൂർവ്വം ഫേക്ക് ആയിട്ടുള്ള ഒരു കുട്ടി മരിച്ചു എന്നുകൊണ്ട് കുറെ ആളുകൾ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ആദ്യത്തെ രക്തസാക്ഷി. അപ്പോൾ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് രക്തസാക്ഷിനെ, ഇല്ലെങ്കിൽ ഒന്നിനെ സൃഷ്ടിക്കാൻ ഇവർ തയ്യാറാണെന്നുള്ള നിലയിലാണ്. അപ്പോൾ ആ രീതിയിലുള്ള എന്താ പറയുക മുൻവിധികളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള അജണ്ടകളും വെച്ചുകൊണ്ട് ചർച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ ഈ ചർച്ച വിജയിക്കുകയൊന്നുമില്ല. ഇതിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് ഞങ്ങൾ ചർച്ചയ്ക്കുള്ളൂ എന്ന് ഒറ്റക്കാലിൽ നിന്നാൽ കാര്യം ഉണ്ടാവില്ല. നേരെ തിരിച്ച് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ യുവാക്കളുടെ നന്മയാണ് ഇവർ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളാണ് നടത്തേണ്ടത്. ഒരു കാര്യം കൂടി നമ്മൾ ഈ ചർച്ച പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിലെ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഇടപെടൽ നടത്തിയിട്ടുള്ള ഗവൺമെൻറ് മോഡിയുടെ ഗവൺമെൻറ്റാണ്. അതുവരെ ആരും പറയാറില്ല. നോക്കൂ, UPയുടെ സർക്കാർ ഭരിക്കുന്ന സമയത്ത് 81,000 കോടി രൂപയായിരുന്നു എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ബജറ്ററി സ്പെൻഡിങ്. ഇന്ന് 1,39,000 കോടി രൂപയാണ്. ഏതാണ്ട് ഇരട്ടിയായിട്ട് വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള അലോക്കേഷൻ മാറി. സ്ഥാപനങ്ങളുടെ എണ്ണം എത്രത്തോളം വർദ്ധിച്ചു. ആകെ 387 മെഡിക്കൽ കോളേജുകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് 823 പുതിയ മെഡിക്കൽ കോളേജുകളുണ്ട്. ആകെ 51,000 മെഡിക്കൽ സീറ്റുകൾ ഉണ്ടായിരുന്ന രാജ്യത്ത് ഇന്ന് 1,52,000 മെഡിക്കൽ സീറ്റുകളുണ്ട്. മെഡിക്കൽ സീറ്റുകളൊക്കെ 3 ഇരട്ടിയായിട്ട് വർദ്ധിച്ചു. എയിംസ് 7 എണ്ണം ഉണ്ടായിരുന്നത് ഇപ്പോൾ 23 എണ്ണമായി. IITകളും IIMകളൊക്കെ 14, 15 ഉണ്ടായിരുന്നു 21, 22 ആയി. സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ആകെ 8 എണ്ണം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇന്നിപ്പോൾ അത് 48 എണ്ണമായി മാറി. 40 എണ്ണം ഉണ്ടായിരുന്നു 48 എണ്ണമായി മാറി. പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ 10 വർഷത്തിനുള്ളിൽ 42 പുതിയ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇന്ത്യയിലുണ്ടായി. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖല തന്നെ അടിമുടി മാറുകയാണ്. അതേപോലെ തന്നെ ഈ പറയുന്ന ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 36 വർഷത്തിന് ശേഷം പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ളൊരു എഡ്യൂക്കേഷൻ പോളിസി വന്നു. അതിൽ ഈ പറയുന്ന ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഉൾപ്പെടെ 4 വർഷത്തെ കോഴ്സ് ഉൾപ്പെടെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങളുണ്ടായി. ഇതൊക്കെ ഡിനൈ ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ യുവാക്കൾക്ക് എതിരാണെന്നുള്ളൊരു പൊളിറ്റിക്കൽ പ്രൊപ്പഗൻഡ വളരെ ബോധപൂർവ്വം മുന്നോട്ട് വെക്കുന്ന ആളുകൾ, അവരുടെ ഇന്ന് ഇൻട്രസ്റ്റ് ശരിക്കും വിദ്യാർത്ഥികളുടെ നന്മയല്ല എന്നുള്ളത്, വിദ്യാർത്ഥികളുടെ പേരിൽ അരാജകത്വം അഴിച്ചുവിടുക എന്നുള്ളതാണ്. അതിനെയും ഈ പ്രക്ഷോഭത്തിൻ്റെ മൂലകാരണമായിട്ടുള്ള പ്രശ്നത്തെയും ഞങ്ങൾ രണ്ടായി തന്നെ കാണും. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തോട് നമുക്ക് തീർച്ചയായിട്ടും അത് ഉയർത്തുന്നവരുടെ അനുഭവമുണ്ട്. അത് ഉയർത്താനുള്ള അവരുടെ എല്ലാ അവകാശത്തെയും മാനിക്കുന്നു. അതിന് ബഹുമാനപൂർവ്വം തന്നെയുള്ള പരിഹാരം ഉണ്ടാവേണ്ടതുണ്ട്. പക്ഷേ അതിനെ ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു വിഭാഗത്തെ എല്ലാവരും കരുതിയിരിക്കേണ്ടതാണ് എന്നുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഇപ്പോൾ ആളുകൾക്ക് കാര്യങ്ങൾ ബോധ്യമായി വരുന്നുണ്ട്. നമുക്ക് ഏതായാലും ഈ ചർച്ചയുടെ റിസൾട്ട് കാത്തിരിക്കാം. അതെ അതെ. പ്രിയമുള്ളവരെ, മറ്റു മാധ്യമങ്ങൾ പറയാത്ത ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ടാണ് ഇന്ത്യ ലൈവ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മുടെ ചാനൽ കാണണം, ഒരുപാട് പേരെ കാണിക്കണം, അവരോടൊക്കെ ചാനലിൻ്റെ വരിക്കാരാവാൻ പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്ത ആളുകൾ ഉറപ്പായിട്ടും ചെയ്യണേ.